ചിലരൊക്കെ ലിജിനെ മൈൻഡ് ചെയ്യണ്ടങ്ങ് പോവേ. വല്ല കാര്യമുണ്ടോ? ചമ്മിയോ? ചമ്മിയില്ലേ? പിന്നെ ഇടയ്ക്ക് കുറച്ച് ഉഴപ്പൊക്കെ ഉണ്ട്, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങും, അതൊക്കെ ഉണ്ടാവും ഇതിനകത്ത്. നേരത്തെ നമുക്ക് ഈ വലത്തെ കൈ ഇങ്ങനെ പൊക്കാൻ പറ്റത്തില്ലായിരുന്നു, ഇപ്പം ആ കൈ നമുക്ക് സ്വന്തമായിട്ട് പൊക്കാൻ പറ്റും. അല്ലാതെ സങ്കടമൊന്നുമില്ല. അവിടെ സങ്കടം എന്ന് പറയുന്ന പരിപാടി ഇപ്പോൾ ഇല്ല. സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കുറേ കാലം, ഇപ്പോൾ സങ്കടമൊന്നുമില്ല. ഇപ്പോൾ ആൾ ഫുൾ ഹാപ്പിയാണ്. എല്ലാവരും ഹായ്, ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരത്തൊക്കെ. അപ്പോൾ ഞങ്ങളിന്ന് എത്തിയിരിക്കുന്നത് മെഡിക്കൽ കോളേജ് ഫിസിയോതെറാപ്പി സെൻ്ററിലാണ്. ഇന്ന് ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഫിസിയോതെറാപ്പി വന്നിട്ട് ഇവിടെ ഡോക്ടറിന് കാർഡ് കൊടുത്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഡോക്ടർ കാർഡ് അനുസരിച്ചാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതുവരെ വിളിച്ചില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ പെട്ടെന്ന് വന്നിട്ട് ലിജിനെ കണ്ട് പെട്ടെന്ന് മനസ്സിലായിട്ട് വന്ന് പരിചയപ്പെട്ടു. റീൽസൊക്കെ ചെയ്യുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ലിജിക്ക് ഭയങ്കര സന്തോഷമായി. കുറേ കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസൊക്കെ ലിജിക്ക് കൊടുത്തു. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് പുള്ളി നമ്മളെക്കായി കുറേ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യേണ്ട ഒരു അറിയപ്പെടേണ്ട ഒരു മനുഷ്യനാണെന്ന് മനസ്സിലായത്. വിനോദ് എന്നാണ് ഇവിടെ അടുത്ത ശ്രീകാര്യത്തുള്ളൊരു ചേട്ടനാണ്. പുള്ളി എന്താണെന്ന് വെച്ചാൽ പുള്ളിയിലൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്. വേറെ ജോലിയൊക്കെ ഉണ്ട്. പുള്ളി ഇവിടെ ഒക്കെ മെഡിക്കൽ കോളേജിലൊരു ജോലി ഉദ്യോഗസ്ഥനുമാണ്. അപ്പോൾ പുള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ഒരു മനുഷ്യസ്നേഹി, വലിയൊരു മനസ്സിന് ഉടമയാണ് പുള്ളി. എന്ന് വെച്ചാൽ പുള്ളിയുടെ സുഹൃത്തിന് വേണ്ടിയിട്ട് പുള്ളി ഒരു വൃക്ക ദാനം ചെയ്യുന്നുണ്ട് ഈ മാസം 30-ാം തീയതി. പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞതാണ്. പുള്ളിക്ക് അത് പുറത്ത് പറയാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ വൃക്ക ദാനം ചെയ്യുന്നുണ്ട് പുള്ളി. അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ തന്നെ വലിയൊരു സന്തോഷം തോന്നി. സന്തോഷം എന്ന് വെച്ചാൽ അങ്ങനെ ഒരാളെ നേരിട്ട് പരിചയപ്പെട്ടു. നമ്മളിതൊരു വാർത്തകളിലൊക്കെ അങ്ങനെ കേട്ടിട്ടുള്ളൂ. അങ്ങനെയൊക്കെ സുഹൃത്തിന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, അച്ഛന് വേണ്ടിയൊക്കെ ദാനം ചെയ്തു എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഒരു 40 വയസ്സിനടുത്ത് പ്രായമുള്ള ചേട്ടനാണ്. 2 മക്കളൊക്കെ ഉണ്ട് പുള്ളിക്ക്. അപ്പം പുള്ളിയുടെ വീട്ടിലാർക്കും അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ വീഡിയോ ഞാനിപ്പോൾ ഇങ്ങനെ ഔട്ട് ചെയ്താൽ പുള്ളിക്ക് മറ്റു ബുദ്ധിമുട്ട് എന്തെങ്കിലും ആവുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ എന്നാലും എനിക്ക് പറയണമെന്ന് തോന്നി നിങ്ങളോട്. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. ഇന്ന് ഫിസിയോതെറാപ്പിക്ക് വന്നപ്പോൾ പ്രത്യേകത. പിന്നെ രണ്ടാമതുള്ള കേസ് ഞങ്ങൾ ഇന്ന് ഫിസിയോതെറാപ്പിക്ക് വന്നതുകൊണ്ട് ലിജി എക്സസൈസ് ചെയ്യുന്ന മറ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ കുറേ പേര് ചോദിച്ചു ഫിസിയോതെറാപ്പി എവിടെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം കുറേ പേര് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കും ഇതൊന്ന് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ചെയ്യണമെന്നൊക്കെ. ഞാൻ മറ്റെവിടെയല്ല, പ്രൈവറ്റിലൊന്നുമല്ല, നമ്മുടെ സർക്കാർ സംവിധാനം മെഡിക്കൽ കോളേജിൽ തന്നെയാണ്. ഏറ്റവും ബെറ്റർ ഡോക്ടേഴ്സും നല്ല രീതിയിൽ നമ്മളെ മാനസികമായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഇവിടെ ഉള്ളത്. ഇവിടെ വരുന്ന ഓരോരുത്തർക്കും നല്ല റിസൾട്ട് തന്നെ കിട്ടും. നമുക്കിവിടെ വന്നതിന് ശേഷം നല്ല മാറ്റമുണ്ട്. ലിജിക്ക് നല്ല മാറ്റമുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിന് ലിജിക്കും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വന്നതിന് ശേഷം. ഡോക്ടർമാരുടെ സൈഡിൽ നിന്നൊക്കെ വലിയ സപ്പോർട്ടാണ്. പിന്നെ ഇവിടെ കിടക്കുന്ന പേഷ്യൻസ് തന്നെ നമ്മളോട് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര സോഷ്യലാണ് എല്ലാ ആൾക്കാരും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങളെ പോലെ പെരുമാറുന്ന കുറേ ആൾക്കാർ. എല്ലാവരും സഹായിക്കും, എടുക്കാനും ഒക്കെ സഹായിക്കുന്ന അങ്ങനത്തെ കുറച്ച് നല്ല ആൾക്കാരുള്ളൊരു സ്ഥലം. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് നമുക്കുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ജിജിയുടെ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ കാണിക്കാം. അതായിരിക്കും ഈ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബാക്കി എക്സസൈസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ലിജിയുടെ. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിവിടെ ഡോക്ടറെ കാണാൻ വെയിറ്റ് പുറത്തിരിക്കുകയാണ്. അപ്പോൾ ലിജിയുടെ ചില പരിപാടികളൊക്കെ കണ്ട ഇതുവഴി ആര് പോയാലും കൈകാട്ടി വിളിക്കുക, കൈ കാണിക്കുക. ചിലരൊക്കെ ലിജിനെ മൈൻഡ് ചെയ്യണ്ടങ്ങ് പോവേ. വല്ല കാര്യമുണ്ടോ? ചമ്മിയോ? ചമ്മിയില്ലേ? ചമ്മിപ്പോയില്ലേ എഴുതി? എല്ലാവരും ആര് പോയാലും അവരെ കൈ കാണിച്ച് വിളിക്കുക, ടാറ്റ കൊടുക്കുക. ഇതൊക്കെ ഉള്ള പണി ഇവിടെ പണി. അപ്പോൾ ഞങ്ങളിപ്പോൾ മെഡിക്കൽ കോളേജ് ഇപ്പുറത്തൊരു വാതിലുണ്ട്. ആ കാണുന്ന ഭാഗം എന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജ് ഭാഗമാണ്. അത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഓഫീസാണ് അവിടെ കാണുന്നത്. അപ്പോൾ അവളിങ്ങനെ കൈ കാണിച്ച് എല്ലാവരെയൊക്കെ വിളിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്ക് ഒരു 10 മാസത്തോളം ആശുപത്രി കിടന്നത് കാരണം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ആൾക്കാരോട്ട് അധികമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ആൾക്കാരെ ഇടയ്ക്ക് എല്ലാവരെയും വിഷ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളാണ് മൊത്തം. ആരെ കണ്ടാലും കൈ കാണിക്കുക, മിണ്ടണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അകത്തൊരു 10 മാസം 9 മാസത്തോളം ആശുപത്രി തന്നെയായിരുന്നല്ലോ. അപ്പം പുറത്തിറങ്ങി മറ്റുള്ളവരെയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം. അതുകൊണ്ട് അതിൻ്റെ ഇതിൽ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ആൾക്കാരെ കൈ കാണിക്കൊക്കെ. ചിലരൊക്കെ വന്ന് സ്നേഹത്തോടെ മിണ്ടും, ചിലർക്ക് അസുഖമായിട്ടൊക്കെ ഇരിക്കില്ല. അപ്പോൾ അവർക്കൊരു എന്താണ് പ്രശ്നം, എന്തായിരിക്കും എന്നൊക്കെ അറിയാൻ വയ്യാത്തതുകൊണ്ട് ചിലർ മൈൻഡ് ചെയ്യാണ്ടൊക്കെ പൊക്കളയും. അപ്പോൾ പുള്ളിക്കാരിക്ക് വിഷമമൊന്നുമില്ല, ഒരു ചിരി ഇരിക്കും, ചമ്മി എന്നുള്ളൊരു ചിരി. അല്ലാതെ സങ്കടമൊന്നുമില്ല. അവിടെ സങ്കടമെന്ന് പറയുന്ന പരിപാടി ഇപ്പോൾ ഇല്ല. സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കുറേ കാലം, ഇപ്പോൾ സങ്കടമൊന്നുമില്ല. ഇപ്പോൾ ആൾ ഫുൾ ഹാപ്പിയാണ്.
എല്ലാവരും കാണാൻ വേണ്ടി. അപ്പം ഞാൻ പറയാം രാവിലെ ചേട്ടന്മാർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഓക്കെ നമുക്ക് അവളെ എക്സസൈസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ബാക്കിയൊന്ന് കാണിക്കാം. ലിജിനെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി കയറ്റി കിടത്തപ്പോൾ ഡോക്ടർ വേറെ വഴിക്ക് പോയേ. വേറെ പേഷ്യൻ്റ് വന്ന് ഡോക്ടർ അങ്ങോട്ട് പോയി. അപ്പോൾ ലിജി തനിയെ എക്സസൈസ് ചെയ്യുക കേട്ടോ. ഡോക്ടർ വരുന്നത് വരെ അല്ലാതുള്ള എക്സസൈസ്. നേരത്തെ നമുക്ക് ഈ വലത്തെ കൈ ഇങ്ങനെ പൊക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ ആ കൈ നമുക്ക് സ്വന്തമായിട്ട് പൊക്കാൻ പറ്റും. നേരത്തെ എന്ന് വെച്ചാൽ ഒരാഴ്ച മുന്നേ അവരൊക്കെ വലത്തെ കൈ പൊക്കത്തില്ലായിരുന്നു. അത് പൊക്കാൻ തുടങ്ങി. അതാണ് ഇപ്പോൾ ഒന്ന് പെട്ടെന്നൊരു മാറ്റം എന്ന് പറയുന്നത്. അതാണ് എക്സസൈസിൽ. പിന്നെ ഫസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ കൈ വിരലുകൾ മാത്രമേ അനക്കുള്ളൂ. അതിൽ വെച്ചിട്ട് നോക്കുമ്പോൾ ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് ആയി ഇപ്പം. ഇനിയിപ്പോൾ ഡോക്ടർ വരുന്നവരിങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം എക്സസൈസ്. ഡോക്ടർ വന്നിട്ട് കുറച്ച് എക്സസൈസിൽ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യും. കാലിൻ്റെ കൈയുടെ ഒക്കെ എക്സസൈസുകൾ ചെയ്തിട്ട് അപ്പുറത്തൊരു നിർത്തുന്ന സ്ഥലമുണ്ട്. അവിടെ നിർത്തിക്കും. അതിനുശേഷമാണ് ഒക്യുപേഷണൽ തെറാപ്പി വരുന്നത്. ഒക്യുപേഷണൽ തെറാപ്പിയിൽ ഓരോ സാധനങ്ങളിങ്ങനെ എടുക്കുക, നീക്കുക, ഉരയ്ക്കുക, അതൊക്കെ ആയിരിക്കും എക്സസൈസ് വരുന്നത്. ഇവിടെ വെറും ഫിസിക്കൽ എക്സസൈസുകൾ മാത്രമായിരിക്കും. ഇതിപ്പോൾ നിർത്തിച്ചിരിക്കുകയാണ്. നിർത്തിക്കുമ്പോൾ കാലിന് ബലം കൂടാൻ വേണ്ടിയിട്ടാണ്. കാലിന് ബലം കൂടാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് എത്ര ആംഗിളാണെന്നുള്ളത് കാണാൻ പറ്റും. ഇത് പറഞ്ഞാൽ 70 ഡിഗ്രിയിലാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. 90 ഡിഗ്രി നിർത്താറായിട്ടില്ല. കുറച്ചുകൂടെ കഴിയുമ്പം കാലിന് ബലം ബെറ്ററൊക്കെ ആയി വരുമ്പോൾ താഴേക്ക് കറക്റ്റ് 90 ഡിഗ്രി നിർത്തും. ഫ്രണ്ട്സ്, പൊങ്കച്ചിവിടെ ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് എക്സസൈസ് ചെയ്യണത് വലിയ സാധനമാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് വേക്കൻ്റ് ഇല്ല. അത് വേറെ ആൾക്കാർ ഉപയോഗിച്ചിരിക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾ വേറെ ബോളിൻ്റെ ഒരു എക്സസൈസ് ഉണ്ട്, അത് ചെയ്യാൻ പോകണേ. കാണിച്ചു തരാവേ. അപ്പോൾ ഈ കാലിൻ്റെ എക്സസൈസാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. കാലിൻ്റെ ഇവിടെ രജി തന്നെയാണ് ഫ്രണ്ടിലോട്ട് താഴേക്ക് ആക്കേണ്ടത്. അപ്പോൾ വലത്തെ കാലിന് കുറച്ച് സപ്പോർട്ട് കുറവായതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയാണ്. ഇതാണ് ഒരു എക്സസൈസ്. ഇത് 2 കാലിലും 10 മിനിറ്റ് വീതം 2 കാലിലും ചെയ്യണം. അപ്പോൾ നമ്മൾ ടൈമറൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കൃത്യമായിട്ട് 10 മിനിറ്റ് തന്നെ. ഈ സാധനമൊക്കെ എനിക്ക് ആദ്യം സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരും. ഉണ്ടോ? കുറേശ്ശെയൊക്കെ കറക്റ്റായിട്ടൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ കുറച്ച് സപ്പോർട്ട് എടുക്കണം. ഇങ്ങനെ നീക്കുന്ന എക്സസൈസാണ്. ഇത് കൈയുടെ മടക്കിനും കൈയുടെ ഈ ഇവിടെയൊക്കെ ആരോഗ്യം കിട്ടാൻ വേണ്ടിയുള്ള ഒരു എക്സസൈസ് ആയിരുന്നു. ചെയ്ത് ഓരോന്നോട് ചെയ്തു. ശരി ഉണ്ടോ? ഇപ്പം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ ഇടയ്ക്ക് മോട്ടിവേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് ചെയ്യാമല്ലോ. നമുക്ക് അടുത്ത എക്സസൈസാണ് എന്താണെന്നുള്ളത്. ലിജിയുടെ അടുത്ത എക്സസൈസാണ് കൈ കൊണ്ടിങ്ങനെ നിരക്കുന്ന എക്സസൈസ്. അപ്പുറത്ത് ചെയ്തതിൻ്റെ ഇതിൻ്റെ ഫ്ലാറ്റായിട്ടുള്ള എക്സസൈസ്. ഇതൊക്കെ കൈക്ക് സപ്പോർട്ട് ബലവും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ നീക്കി എടുക്കാനും കൊണ്ടുവെക്കാനും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന കൈക്കുള്ള എക്സസൈസാണ് കേട്ടത്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഫിസിയോതെറാപ്പിയുടെ വിശേഷങ്ങളെല്ലാം. ലിജി കുറേ ടയേർഡാണ് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തിട്ട്. ഇന്ന് അത്യാവശ്യം നല്ലപോലെയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഇടയ്ക്ക് കുറച്ച് ഉഴപ്പൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങും, അതൊക്കെ ഉണ്ടാവും ഇതിനകത്ത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോയിൽ വരുന്നത്. പിന്നെ എല്ലാം ഒന്ന് ഫിസിയോതെറാപ്പിയിൽ ചെയ്തതൊന്നും കാണിക്കാൻ പറ്റില്ല. കാരണം എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ ലിജിക്ക് ചെയ്യാനും കൂടി സമയം കിട്ടത്തില്ല. ഇവിടെ ലിമിറ്റഡ് ടൈമിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ. ലിജി പറഞ്ഞേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഉറപ്പായിട്ടില്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെന്താണ്, സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായിട്ട് ഞങ്ങളുടെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ, ഗുഡ് ബൈ.